പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ എങ്ങനെ നിയമപരമായി നിലനിൽക്കുന്നു, അതിൻ്റെ പ്രായോഗികത എത്രമാത്രമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കാര്യം, നമ്മളൊന്ന് എല്ലാവരും കുറച്ച് പ്രായം ചെന്ന ആൾക്കാരാണ്. നമ്മൾ സ്കൂളിൽ ആയിരിക്കുന്ന സമയത്ത് പോലും ക്ലാസ്സിൽ പറയുന്നത് മുഴുവൻ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റാറില്ല. അപ്പോൾ പ്രായമായ ആൾക്കാർക്ക് അത്രയും പോലും പറ്റിയില്ല. അതുകൊണ്ട് ഒത്തിരി പറയുക എന്നുള്ളത് ഒരു റിസ്ക്കാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയുന്നത്, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾ വന്നത്. അപ്പോൾ മനസ്സിലാക്കാനുള്ള ആഗ്രഹം നിങ്ങളുടെ ഉണ്ടായാൽ മതി. 2-3 സാധ്യതകൾ ഞാൻ പറയാം. ഒന്ന്, ഞാൻ ഫേസ്ബുക്കിൽ 11 അധ്യായങ്ങളായി ഈ പഞ്ചായത്തുകളെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്. അത് വായിക്കാൻ ആൾക്കാർ പറഞ്ഞതാണ്, വളരെ ലളിതമാണ്, എല്ലാവർക്കും വായിക്കാൻ പറ്റും. ഈ മറ്റ് വലിയ സാഹിത്യകാരന്മാർ എഴുതുന്ന പോലെ കടിച്ചാൽ പൊട്ടാത്ത ഭാഷയൊന്നുമല്ല, അതുകൊണ്ട് വായിക്കാൻ പറ്റും. അത് നിങ്ങൾക്കിപ്പം ഷെയർ ചെയ്ത് തരും. അല്ലെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞാൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. നിങ്ങളത് വായിക്കാൻ ഒരു താല്പര്യം എടുക്കണം. അത് ഗുണകരമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. വായിച്ച് നോക്കാനുള്ള ഒരു താല്പര്യം എടുക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഒരു ട്രെയിനിങ് പരിപാടി നടത്തുന്നുണ്ടായിരുന്നു. ആ ട്രെയിനിങ് പരിപാടിയിൽ 4 ദിവസം ഞാൻ ആദ്യത്തെ ഈ വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. 4 മണിക്കൂർ വെച്ചാണ്. അപ്പോൾ ആ 4 മണിക്കൂർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡ് ചെയ്തതുണ്ട്, അതും നിങ്ങൾക്ക് ഇട്ടുതരാം. നിങ്ങളത് കേൾക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇരുന്ന് ഞാൻ അതെല്ലാം ഒന്നുകൂടെ ആവർത്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ കേൾക്കാൻ ഒരു മനുഷ്യരെ കൊണ്ട് പറ്റത്തില്ല. കുറച്ച് സമയം നമുക്ക് ഈ ഗ്രാസ്പിംഗ് പവർ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ അശ്രദ്ധ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കേൾക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ഇത്രയും പേരെങ്കിലും ഇത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ, നമ്മൾ ഈ ആം ആദ്മി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു, മെമ്പർമാരുണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ കോൺഗ്രസിനുണ്ടാകുന്ന മെമ്പർ പോലെ, CPM-നുണ്ടാകുന്ന മെമ്പർ പോലെ, BJP-ക്ക് ഉണ്ടാകുന്ന മെമ്പർ പോലെ മെമ്പർമാരെ ആം ആദ്മിക്കും ഉണ്ടാവുള്ളൂ. അങ്ങനെ മെമ്പർമാരുണ്ടാകാൻ പാടില്ല. നമുക്ക് വ്യത്യസ്തതയുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന, ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നമുക്ക് ഒരു മെമ്പറും ഉണ്ടായില്ലെങ്കിൽ, ഇപ്പം നമുക്ക് ഒരു മെമ്പറേ ഉള്ളൂ. ഞങ്ങളുടെ ജില്ലയിൽ തൊടുപുഴ കരിങ്കുന്നത്ത് ആണ് ഉള്ള ഒരു വനിതാ മെമ്പറുണ്ട് എന്ന് പറഞ്ഞതുപോലെ, ആ മെമ്പർ കുറേ പ്രത്യേകത, അവിടെ ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ കുറേ പ്രവർത്തനങ്ങൾ നടത്തി. ഇതിനപ്പുറത്ത് നിങ്ങൾക്ക് എന്തെല്ലാം വ്യത്യസ്തത ഉള്ള ഒരു മെമ്പറാണെന്ന് കാണിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ കുറച്ച് പറയാം. 2 ഇതാണ്. ഇനി ഒരു സെക്ഷനൂടെ ഉണ്ട് ഇത് കൂടാതെ. അപ്പോൾ അതിൻ്റെ അകത്ത് പറയാൻ പോകുന്നത്, ഈ ജനാധിപത്യം, നമ്മളിപ്പം ഈ ആം ആദ്മിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതാണ്? സ്വരാജിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ട് നിങ്ങൾ? വായിച്ചിട്ടില്ലാത്ത ആൾക്കാർ, അതും നമുക്കിപ്പോൾ അതിൻ്റെ കയ്യെഴുത്ത് പ്രതി ഉണ്ടെന്ന് തോന്നുന്നു മലയാളത്തിലെ, അയച്ചു തരാം. നിങ്ങളത് വായിക്കണം. നമ്മളൊരു പാർട്ടി നിൽക്കുക, ആ പാർട്ടിയുടെ ഭരണഘടനയെ അറിയത്തില്ല, അതിൻ്റെ ആശയവും അറിയത്തില്ല, എന്നിട്ട് ഞാൻ എൻ്റെ പാർട്ടിക്കാരനാണെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അത് പഠിച്ചിട്ട് വേണം നമ്മൾ ആ പാർട്ടിയുടെ ഭാഗമാകാൻ. അത് പഠിക്കാത്തവരാണ് നമ്മുടെ ഈ പാർട്ടിയുടെ ഭാഗമായത് എന്നുള്ളതാണ് ഈ പാർട്ടി ഇപ്പം കേരളത്തിൽ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം. അപ്പോൾ അതിന് നമ്മളൊരു വലിയ കാര്യം ഈ പുതിയ പ്രഭാരിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. സ്കൂൾ ഓഫ് ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നൊരു സ്ഥാപനം ഈ പാർട്ടി സ്ഥാപിക്കണം. അതായത് നിങ്ങളൊരാൾ ആം ആദ്മി പ്രവർത്തകനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്താണ് ആം ആദ്മി, എന്താണ് ബദൽ രാഷ്ട്രീയം, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പൊതുപ്രവർത്തനം എന്ന് പാർട്ടി നിങ്ങളോട് പറയണം. നിങ്ങളുടെ ഭാവനയിലാണ് നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത് അല്ലേ? അതുപോലെ നിങ്ങൾക്കത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയണം. അപ്പോൾ അത് ദേശീയ കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങി അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മളത് അറിയിക്കാൻ അതിന് കുറേ ഇതുണ്ട്. അവർ ചിലപ്പോൾ അംഗീകാരം തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സാമ്പത്തിക ചിലവൊക്കെ ഏക്കാൻ ഒരു ശേഷിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ആം ആദ്മി പാർട്ടിയുടെ നമ്മുടെ മൊത്തം സ്വത്ത് എന്ന് പറയുന്നത് 59 ലക്ഷം രൂപയാണ്. ആസ്തി, പാർട്ടി ഓഫീസ് സാധനമൊക്കെ കൂടി 59 ലക്ഷം രൂപ വരെ ഉള്ളത്. നമ്മൾ കേന്ദ്രഭരണം പിടിക്കുമെന്ന് പറയുന്നത് BJP-യെ തോൽപ്പിച്ചാണ്. BJP-യുടെ ആസ്തി 6600 കോടി രൂപയാണ്. അപ്പോൾ ഈ 59 ലക്ഷംകാരനാണ് 6600 കോടിക്കാരനോട് പിടിക്കാൻ പോകുന്നത്. പക്ഷേ അന്നേരം ഞങ്ങളൊക്കെ ഈ ക്രിസ്ത്യൻ പേര് എൻ്റെ മാത്യു ജോസ്നാണ്. അപ്പോൾ ഞങ്ങളുടെ ബൈബിളിൽ ഒരു കാര്യമുണ്ട്, ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും ഒരു കഥയുണ്ട്. ഗോലിയാത്ത് ഭീമാകാരനായ ഒരു പാലസ്തീൻ ആക്രമണകാരിയാണ്. അപ്പോൾ അയാളിൽ നിന്ന് ഇസ്രായേലിനെ വെല്ലുവിളിക്കുക, ഏതേലും ഒരുത്തരുണ്ടെങ്കിൽ ഇറങ്ങി വാടാന്ന് പറഞ്ഞു. ഇപ്പം ആയുധധാരിയാണ്, അജാന ബാഹുവാണ്. അപ്പോൾ ആരുമില്ല. ഈ ദാവീദ് എന്ന് പറയുന്ന ഒരു ആട്ടിടേനാണ്, ഒരു ബാലനാണ്, ആട്ടിടേ ബാലൻ. അപ്പോൾ അവന് ഈ ഒരു രാജ്യത്തെ വെല്ലുവിളിക്കുക. അപ്പോൾ അവനൊരു രാജ്യസ്നേഹിയാണ്. അവനത് കണ്ടപ്പം വിഷമം തോന്നി. അവൻ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ചെന്നു. ഇപ്പോൾ ഒരു പയ്യൻ വരുക ഇത്രയും വലിയ ആളുടെ അടുത്തേക്ക്, അയാൾക്ക് വളരെ പുച്ഛമാണ്.
അവനാകെപ്പാടെ അറിയാവുന്ന തെറ്റാലി ചെയ്യാനാണ്. അവൻ കല്ലെടുത്ത് ഇയാളുടെ തിരുനെറ്റിക്ക് നേരെ എഴുതു, അയാൾ തറയെ തല്ലി വീണു. അങ്ങനെ ദാവീദ് യഹൂദരുടെ ഏറ്റവും വലിയ നേതാവായി, രാജാവായി, അവരാരാധിക്കുന്ന ആളായി മാറി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരക്കാരനും ഏറ്റവും വമ്പനെയും വീഴ്ത്താൻ കഴിയുമെന്നുള്ളതിന് ബൈബിളിൽ നിന്ന് നൽകുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ആം ആദ്മിക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് BJP തോക്കും എന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. പണം നമ്മുടെ കയ്യിലാവുള്ളത്, അല്ലേ? നമ്മുടെ കയ്യിലുള്ള പണം എന്തിനാണ് ചിലവഴിക്കുന്നതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം, അതിനെ തോൽപ്പിക്കണം, അത് തോൽപ്പിക്കേണ്ട രാജ്യത്തിൻ്റെ ആവശ്യമാണെന്നുള്ള തോന്നൽ നിങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംഭവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. തോന്നലുണ്ടായവർത്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ അവസാന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സംഭവിച്ചത് പോലും അതാ, അല്ലേ? ഗുജറാത്തിൽ ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നത്, നമ്മൾ ജയിച്ചിടത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളുക, നമുക്ക് 51% വോട്ട് കിട്ടിയാണ് പലയിടത്തും ജയിക്കുന്നത്. 51% വോട്ട് കിട്ടിയടത്ത് മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ജയിക്കാൻ 30-33% മതി, 3-4 ഉണ്ട്. പക്ഷേ നമുക്കെതിരെ വരുന്നവർക്ക് ബാക്കി ശക്തികളെല്ലാം ഒന്നിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 51% വോട്ട് കിട്ടിയാൽ മാത്രമേ ആം ആദ്മിയുടെ ജയം സ്ഥായിയായി എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയുള്ളൂ. അപ്പോൾ ഈ ഡൽഹിയും പഞ്ചാബും കഴിഞ്ഞ് ഒരുപക്ഷെ ഗുജറാത്തും ഗോവയും ഒക്കെ നമുക്ക് പ്രതീക്ഷ വെക്കാവുന്ന സംസ്ഥാനമായി മാറുക. പക്ഷേ കേരളത്തിൽ മാറുന്നില്ല. കേരളത്തിൽ മാറാത്തതിന് അത് നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയ ക്ലാസ് അല്ലെന്ന് പറഞ്ഞു, എങ്കിലും ഞാൻ പറയാണ്, മാറാത്തതിനൊരു കാരണം നമ്മൾ മാറിയില്ലെന്നുള്ള. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ജില്ലാ പ്രസിഡന്റ് മാറിയില്ല, എൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മാറിയില്ല എന്നുള്ള. നമ്മൾ മാറിയെങ്കിൽ കുറേ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ എന്നാണ് ഈ മറ്റവൻ്റെ കയ്യിലിരിക്കുന്ന സ്ഥാനം എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറേ നന്നായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞത്. നിങ്ങളൊരു ആം ആദ്മി വോളണ്ടിയർ ആണെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥാനവും വേണ്ട പ്രവർത്തിക്കാൻ. നിങ്ങൾക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ആരും തടയുന്നില്ല. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് 10, 50, 100 പേര് ഇന്ന് ഈ പരിശീലന പരിപാടി പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിസ്സാരമായി അത് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഈ പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം ഞാൻ ദേവികുളം നിയോജകമണ്ഡലം പ്രസിഡൻ്റായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ. എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പാർട്ടിയുടെ കിസാൻ വിങ്ങിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററാണ്. സംസ്ഥാന കോർഡിനേറ്ററായിട്ട് എന്നെ തിരഞ്ഞെടുക്കുമ്പോഴും ഈ നിയോജകമണ്ഡലം പ്രസിഡന്റ് സ്ഥാനം എൻ്റെ ഇരിക്കുക, വേറെ ആളെ മാറ്റാൻ കിട്ടിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിളിച്ച യോഗത്തിൽ 40 പേരാണ് ഉള്ളത്. ആ 40 പേര് പങ്കെടുത്താണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഒരു നിയോജകമണ്ഡലത്തിൽ അത് നടക്കും. അടുത്ത 3-ാം തീയതി ഞങ്ങളുടെ പഞ്ചായത്തിലെ യോഗമുണ്ട്. ആ പഞ്ചായത്തിലെ യോഗത്തിൽ 40-50 പേര് പങ്കെടുക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അതിനൊരു സാധ്യതയുണ്ട്. പങ്കെടുക്കാൻ 100% നമുക്ക് പറയാൻ പറ്റില്ല, ഇത് സംഭവിക്കാം. ഇത്രയേ ഉള്ളൊരു കാര്യം. ഈ നമ്മുടെ മനസ്സിലൊരു ആശയമുണ്ടെന്നും ആ ആശയം അവൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, നമുക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്നും ജനങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ കൂടെ ആൾക്കാരുണ്ടാവും. അല്ലാതെ ആൾക്കാരെ മുഴുവൻ ആരെങ്കിലും വന്ന് ഇങ്ങനെ മാന്ത്രിക ദണ്ട് കാണിച്ച് നിങ്ങളുടെ പിന്നിൽ അണിനിരത്തും എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ആരും അണിനിരക്കാൻ വരത്തില്ല. അതൊരു കാര്യം. പിന്നെ എപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം ഇതാണ്, പൈസ ഇല്ല എന്നുള്ള ഒരു വിഷയം. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കൂപ്പണടിക്കുന്നുണ്ട്, പൈസ പിരിക്കുന്നുണ്ട്. നമുക്കെന്നെ അങ്ങനെ പിരിച്ചാലെന്നാണ്. അങ്ങനെ പിരിച്ചാൽ നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടിയും പോലെ ആവുള്ളൂ. അത്രയേ ഉള്ളൂ അതിൻ്റെ ഉത്തരം. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ വ്യത്യസ്തമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മൾ എങ്ങനെയാണ് പണം പിരിക്കുന്നത്? നമ്മളും പണം പിരിക്കുന്നുണ്ട്. പണം പിരിക്കുന്നതിനാണ്. നിങ്ങൾക്ക് ആം ആദ്മി പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ദേശീയ അക്കൗണ്ടിലേക്ക് സംഭാവന ചെയ്യാം. എന്നെ സഹായിക്കാൻ വേണ്ടി ഒരു പാർട്ടി പ്രവർത്തിക്കുകയാണെന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ അവൻ സംഭാവന തരികയല്ലേ. ഇത് ഈ പള്ളിയിൽ പാത്രമായിട്ട് വരുന്നതുകൊണ്ട് മാത്രമല്ല ഇടുന്നത്. പള്ളിയിൽ പൈസ കിട്ടണമെന്നുകൊണ്ട് അവന് 20-50 രൂപ പോക്കറ്റ് ഇട്ടുകൊണ്ട് പള്ളിയിൽ പോകുന്നുണ്ട്, അല്ലേ? അപ്പോൾ കൊടുക്കേണ്ടടുത്ത് കൊടുക്കാൻ അറിയാം. ഇത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് തോന്നലുണ്ടെങ്കിൽ ആൾക്കാർ തരാൻ തയ്യാറാവും. ആൾക്കാർ തരാൻ തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണമെത്തും. ഇപ്പോൾ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നപ്പം, ആലുവയിൽ ചേർന്നപ്പം ഞാൻ വെച്ച ഒരു നിർദ്ദേശമാണ്, ഈ മാസം 1 ലക്ഷം രൂപ ഞങ്ങൾ കണ്ടെത്തിത്തരാം. ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ഞങ്ങളവിടെ ചുമതലപ്പെടുത്തിയാൽ മതി. കണ്ടെത്തിത്തരാൻ ഞാൻ പറഞ്ഞ് നാട്ടുകാരുടെ അടുത്തൊന്നും പിരിക്കാനല്ല. ഇതിന് 1000 വോളണ്ടിയർമാരെങ്കിലും ഇപ്പോൾ സംസ്ഥാനത്തുണ്ടാവുകയല്ലേ. ആ ആൾക്കാരോട് പറയാം 100 രൂപ. ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫോൺ എടുത്ത് ഈ ആം ആദ്മിക്ക് ഡൊണേറ്റ് ചെയ്യാനൊരു സംവിധാനം ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് 100 രൂപ നിങ്ങൾക്കിടാം. അപ്പോൾ ഞാൻ ഈ വന്നതിന് വണ്ടിക്കൂലിയില്ലേ, ഇതിന് ചിലവില്ലേ, പിന്നെ ഞാനിനി 100 രൂപ കൊടുക്കണമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾ എത്ര അല്ലാത്ത കാര്യത്തിന് വേണ്ടി പണം ചിലവഴിക്കുന്നുണ്ട്? ഈ പാർട്ടിക്ക് പണമില്ല, 100 രൂപ ഞാൻ എല്ലാ മാസവും കൊടുക്കും എന്നൊരു വോളണ്ടിയർ തീരുമാനിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾ കൂലിപ്പണിക്കാരനായിക്കോട്ടെ, കൂലിപ്പണിക്കാരന് 100 രൂപ അല്ലല്ലോ ഇപ്പോൾ കൂലി, അവന് 600, 700, 1000 രൂപ കൂലിയുണ്ട്. മാസത്തിൽ ഒരു ദിവസം 100 രൂപ പാർട്ടിക്ക് കൊടുക്കാനുള്ള തീരുമാനം നമ്മളെടുക്കാതെ ഈ നാട്ടിൽ ആരോടെങ്കിലും പിരിവ് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അർഹതയുള്ളത്? ഞാൻ 10 പൈസ കൊടുക്കുന്നില്ല, ബാക്കി എല്ലാവരും പാർട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതിൽ എന്നാ കാര്യം ഇരിക്കുന്നത്? അല്ലെങ്കിൽ രവിപിള്ളയുടെ ഈ കോടിയുണ്ട്, രവിപിള്ളയുടെ കോടി ആം ആദ്മിക്ക് തരാമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണോ? നമ്മൾ ചെയ്തിട്ട് എന്നാ ചെയ്യുന്നത്? ഈ അവർ ചെയ്യുന്ന എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനം ചൂണ്ടിക്കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയ രാഷ്ട്രീയ പാർട്ടി മേടിക്കുന്നത്. അല്ലാതെ ബാറുകാരൻ എന്നാ അവൻ കള്ള് വിൽക്കുന്നതിൻ്റെ പൈസ അതിൻ്റെ ലാഭം പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അല്ല കള്ള് വിൽക്കുന്നത്. കള്ള് വിറ്റ് അയാൾക്ക് ലാഭം ഉണ്ടാക്കണം. അപ്പോൾ ഇവന്മാർ ശല്യപ്പെടുത്താതിരിക്കണം, അതിനുള്ള പൈസ ഏതെങ്കിലും. സ്വർണത്തിന് നികുതി വെട്ടിച്ച് കൊണ്ടുവരുന്നത് നികുതി അടയ്ക്കാതെ സ്വർണ്ണക്കടയിൽ നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലേ? ആ നികുതി വെട്ടിച്ച പൈസ രാഷ്ട്രീയ പാർട്ടികൾ ഭീഷണിപ്പെടുത്തി മേടിക്കുന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഫണ്ട്. ഈ നമ്മുടെ എല്ലാം സ്വത്താണ് ഈ കനി വിഭവങ്ങൾ, അല്ലെ കരിങ്കല്ല് എന്ന് പറഞ്ഞത് അല്ലേ? ഈ കരിങ്കല്ല് പൊട്ടിച്ച് കുറച്ച് മുതലാളിമാർ മാത്രം, കോറി മുതലാളിമാർ മാത്രം പൈസ എടുക്കുന്നുണ്ട്. അവരുടെ പൈസയുടെ ഒരു ഭാഗം ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ടായി കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈസ അവർ 2 കൂട്ടരോട് കൂടി മോഷ്ടിച്ചെടുക്കുന്നതാണ് ആ പൈസ. അപ്പോൾ അങ്ങനെ ആ മോഷണത്തിൻ്റെ പങ്ക് മേടിക്കണമെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നമ്മുടെ പാർട്ടിയും മറ്റു പാർട്ടികളും തമ്മിൽ എന്താ ബന്ധം? അപ്പം നമുക്ക് അധ്വാനിക്കുന്നവൻ അവൻ്റെ പൈസ എന്നാ തരുന്നതെങ്കിൽ അവൻ നമ്മളെ പിടിച്ചു നിർത്തി ചോദിക്കും, നീ ആ കാശ് മേടിച്ചിട്ട് എന്നാ ചെയ്തതെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നവരായാലും നമ്മൾ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പാർട്ടി ആവുള്ളൂ. അങ്ങനെ ആകാൻ ഇപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഒരാളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാൻ പറ്റും, അതിൽ നിന്ന് നമുക്ക് ആരംഭിക്കാൻ പറ്റത്തുള്ളൂ താൻ. അപ്പം നാളെ ഈ പാർട്ടി വളരെ വലുതാകണോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചിരിക്കും. സ്വരാജ് എന്നും പഞ്ചായത്ത് രാജ് എന്നും പറഞ്ഞ് രണ്ടല്ല. നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, ഇന്ത്യയിലെ മുഴുവൻ പഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ചാണ് സ്വരാജ് എന്ന പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. പലയിടത്തുണ്ടായ മികച്ച നേട്ടങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പലയിടത്തെ പരാജയങ്ങൾ പറയുന്നുണ്ട്, അഴിമതിയുടെ കാര്യം പറയുന്നുണ്ട്, എങ്ങനെ ഈ അഴിമതി സാർവത്രികമാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ആം ആദ്മിയുടെ ആശയം എന്താണ്, ആദർശം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിനോട് ബോധ്യപ്പെട്ടാൽ മാത്രമേ അതിൽ വിശ്വാസമുള്ള ആൾക്കാരെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ വിശ്വാസമില്ല, എൻ്റെ ഭരണഘടനയെ പോലും വിശ്വാസമില്ല. അപ്പം നമുക്കങ്ങനെ ആൾക്കാരെ കൂട്ടിച്ചേർക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ആദ്യം ഇത് വായിച്ച് മനസ്സിലാക്കുക, അത് വിശ്വസിക്കാൻ ശ്രമിക്കുക, അത് അപ്പം നിങ്ങളതിൻ്റെ പ്രചരിപ്പിക്കണം ശ്രമിക്കുക എന്ന് പറയേണ്ട കാര്യം. നിങ്ങൾ പ്രചാരകരായി, ആ പ്രചാരകരാകുമ്പം അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആൾക്കാരെത്തും. ഇപ്പം ഞാൻ പറയുന്നത് നമുക്ക് സമീപത്ത് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത്രയും പേര് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയല്ല എൻ്റെ മനസ്സിലെ സങ്കല്പം അതല്ല. ആ വാർഡിലുള്ള ആൾക്കാർ പറയണം, ഇന്ന ആളെ ഞങ്ങളുടെ മെമ്പറായി തിരഞ്ഞെടുക്കണം എന്ന് പറയണം. എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ആ നാട്ടിൽ എന്തൊരു കാര്യത്തിൽ പൊതുക്കാര്യത്തിൽ ഇറങ്ങി നടന്നിട്ടുള്ളവനായിരിക്കണം. അല്ലാത്ത ആളോട് പറയുക ഞാൻ മെമ്പറാകാമെങ്കിൽ നിങ്ങളുടെ കാര്യം നോക്കിക്കോളാം എന്ന് പറയുന്നത്, മെമ്പറായില്ലേലും അവരുടെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ കാര്യത്തിൽ വിശ്വസ്തരല്ലാത്തവർ വലിയ കാര്യങ്ങളുടെ ചുമതല കേൾക്കുമെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ ഇനിയുണ്ട്, 100 ദിവസമില്ലേ, അത്രയും ദിവസമുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു 3-4 സുഹൃത്തുക്കളെങ്കിലും ആ വാർഡിൽ നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ ആ വാർഡിലെ വീടുകളിൽ കൂടെ ഒന്ന് മൊത്തം ഏതായാലും ഇലക്ഷൻ നിങ്ങൾ വീട് കയറണം. തോക്കാനാണെങ്കിൽ വീട് കയറണം, ജയിക്കാനുള്ള വീട് കയറ്റാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ വീട് കയറുന്നു, ഈ ആം ആദ്മിയുടെ സന്ദേശം നൽകുക. ഇത് ഇങ്ങനെയൊരു പാർട്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, നിങ്ങൾക്ക് അധികാരം നൽകണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്, അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, നടത്തിയ സംസ്ഥാനങ്ങളിൽ ചെയ്ത സേവനങ്ങളിൽ നിങ്ങൾക്ക് പറയാം. അതൊന്നും അവർ വിശ്വസിക്കാൻ കേട്ടോ. അവിടെ വൈദ്യുതി ഫ്രീ ആയി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇവന് എല്ലാ മാസവും ഇവിടെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അവിടെ ഫ്രീ ആയി കൊടുക്കുന്നത് എങ്ങനെയാണെന്നോ അവർ ചിന്തിക്കുള്ളൂ, അവർക്ക് അത്ര ചിന്തിക്കാൻ പറ്റുള്ളൂ. അവിടെ കുടിവെള്ളം ഫ്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കണമെന്നില്ല. അങ്ങനെയും നടക്കും എന്ന് പറയുക. പിന്നെ ഞാൻ പറയുന്നത്, അവിടെ ആരോഗ്യ സുരക്ഷ ഫ്രീ ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിനേക്കാൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിൽ ബഡ്ജറ്റിൽ ഒരു വർഷം 10,000 കോടി രൂപ ആരോഗ്യ മേഖലയ്ക്ക് വെക്കുന്നുണ്ട്. ഈ 10,000 കോടി രൂപയിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിഹിതം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി പാരാസെറ്റമോളും പഞ്ഞിയും മേടിക്കാനും ഈ ഡോക്ടർക്ക് ശമ്പളം കൊടുക്കാനുമുള്ള പൈസ ഉണ്ടാകിയേലേ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവൻ്റെ മനസ്സിൽ കൊള്ളും. 10,000 കോടി രൂപയിൽ ഒരു പഞ്ചായത്ത് വന്നു കഴിഞ്ഞാൽ എത്ര വരും? 100 കോടി, 1000. ഇനി 1 കോടി രൂപയോ വന്നോളെന്ന് പോയി, 1 കോടി രൂപയ്ക്ക് എന്തെങ്കിലും പാരസെറ്റമോൾ വാങ്ങാം അല്ലേ?
ആശുപത്രിയും മരുന്നില്ലാത്ത ഒരവസ്ഥ മാറ്റാൻ കഴിയും. ഇനി ആശുപത്രി ഡോക്ടറില്ലാത്ത അവസ്ഥ മാറ്റാൻ കഴിയും. നമ്മുടെ ഇപ്പോഴത്തെ പൈസ അതിനുവേണ്ടി ഉപയോഗിച്ചാൽ മതി. 7000 സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ അങ്ങനെ കൃഷി വകുപ്പിന് വേണ്ടി മാറ്റി വെക്കുന്ന തുക അവർക്ക് ശമ്പളം കൊടുക്കാനും വേറെ ഇച്ചിരി പൈസ ഒക്കെ കൊണ്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ പൈസ പഞ്ചായത്തുകൾക്കല്ലേ കൃഷി ഏൽപ്പിച്ചു കൊടുത്തെന്ന് നമ്മൾ പറഞ്ഞില്ല, നിങ്ങൾ കണ്ടതല്ലേ, ഭരണഘടനയെ പറഞ്ഞിരിക്കുന്നത്. ആ പൈസ പഞ്ചായത്തുകൾക്ക് വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കുറച്ചുകൂടിയെങ്കിലും കപ്പയിടാനോ നെല്ല് വെക്കാനോ ആൾക്കാർ തയ്യാറായാൽ ഇല്ലേ. അപ്പോൾ ഈ നമ്മുടെ കാർഷിക രംഗത്ത് ഒരു ഉൽപ്പാദന വർധനവും ഉണ്ടാകാത്തതിൻ്റെ കാരണം സർക്കാർ കൃഷിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് വെക്കുന്ന ബഡ്ജറ്റ് വിഹിതം മുഴുവൻ മറ്റ് കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇത് ആൾക്കാരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണം. കൃഷി വകുപ്പിന് കീഴിൽ എത്ര കോർപ്പറേഷനുകളുണ്ട്, എത്ര ബോർഡുകളുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അത്രയും ബോർഡിൽ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ, സിറ്റിംഗ് ഫീസ് കൊടുക്കണ്ടേ, അവർക്ക് വണ്ടി കൊടുക്കണ്ടേ. അപ്പോൾ അതിന് പോകുന്ന പൈസ എത്രയാണ്? എന്തിനാ? നാളികേര വികസന കോർപ്പറേഷൻ വേണ്ട. നിങ്ങളുടെ പറമ്പിൽ തെങ്ങ് വെക്കുന്നതിന് നിങ്ങൾക്കറിയാം, തെങ്ങും തൈ മതി അല്ലേ. കുഴി കുത്താനുള്ള പൈസ കൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾ തെങ്ങ് വെക്കും. നാളികേര വികസന കോർപ്പറേഷൻ കൊണ്ട് നാളികേരം വികസിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഒന്നോർത്ത് ഭക്ഷണ സാധനങ്ങൾ മായമില്ലാതെ ലഭിക്കണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾ ഇന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണയിൽ പകുതി കൂടുതലും മായമായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണല്ലോ അല്ലേ. പെട്രോളിയം ഒരു ബൈ പ്രോഡക്റ്റാണ് ഈ ഓയിലായിട്ട് നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങളിപ്പോൾ ഇനി വെളിച്ചെണ്ണയിൽ വില കൂടിയതുകൊണ്ട് മായമാണ്, എന്നാൽ സൺഫ്ലവർ ഓയിൽ മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മായമല്ലാത്താണോ? അതും മായമാണ്. ആരോഗ്യമുള്ള ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത വസ്തുക്കൾ വിൽക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള വകുപ്പുണ്ടല്ലോ, പരിശോധനകളുണ്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആരോഗ്യത്തിന് ഹാനികരമായ വസ്തു മേടിച്ച് കഴിക്കാൻ വേണ്ടി നിർബന്ധിതരാകുന്നത്? അത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ പൗരന് ഇത് ചോദ്യം ചെയ്യാനുള്ള ധൈര്യമില്ലാതെ വരുന്നതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുകയുള്ളൂ. നമ്മൾ പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. ഈ രാജ്യമൊന്നും ഇതിലൊന്നും മെച്ചപ്പെടുകയല്ല. പക്ഷേ നിങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചോ? നിങ്ങളൊരു കടയിൽ നിന്ന് ഈ സാധനം വാങ്ങി, അതായത് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ നമ്മുടെ മാളിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങിയിട്ട് കാക്കനാട് കൊണ്ടുപോയി കൊടുത്ത് പരിശോധിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ടുമായിട്ട് നിങ്ങൾ കോടതിയിൽ പോയിട്ട് ഇയാൾ ഇവിടെ മായം വിൽക്കുന്നു, അയാളുടെ കട അടയ്ക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ ആം ആദ്മിയിലെ 10 പേരേ ഉള്ളൂ. അതിന് മുന്നിൽ ഒരു സമരം നടത്തിയിട്ട് ഇവിടെ മായമുള്ള സാധനം വിൽക്കുന്നതെന്ന് ഈ റിപ്പോർട്ട് കാണിച്ച് ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവുമോ? തയ്യാറായെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റുന്ന. നമ്മളെപ്പോഴും ഈ വീണ പറയുന്ന പോലെ സിസ്റ്റത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുകയാണ്. സിസ്റ്റത്തിൻ്റെ കുഴപ്പമെന്നാണ് പറയുന്നത്. സിസ്റ്റം എന്ന് പറയുന്നത് ഈ സർക്കാരല്ലേ, സർക്കാരിൻ്റെ കുഴപ്പമാണെന്ന് മന്ത്രി പറയുക, അവർ രാജിവെച്ചിട്ട് വീട്ടിൽ പോകണ്ടേ. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ച് സമയം നീക്കി വെക്കണം. ഞാനൊരു കാര്യം പറയാം, എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നറിയോ? എനിക്കത് പറയാൻ അവകാശമുണ്ട്. അതായത് ഞാനൊരു പഞ്ചായത്ത് മെമ്പർ ആയ സമയത്ത് ഞാൻ ഡിഗ്രിയൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞ ആളാണ്. ഞാൻ ആളാണെന്നുകൊണ്ടല്ല ഞാനവിടെ പോയത്. ഞാൻ ഒരു സ്കൂളിൽ എന്നെ പ്രൈമറി സ്കൂളിൽ ചേർക്കാൻ പോയപ്പം ആ സഞ്ചി തൂക്കി പോകുന്നൊരു വിദ്യാർത്ഥിയുടെ കൗതുകത്തോടെയാണ് പോയത്. എനിക്കിതിനെക്കുറിച്ച് പഠിക്കാനുള്ള ആഗ്രഹത്തിലാണ് പോയത്. ഇതാണ് ഞങ്ങളുടെ സെക്രട്ടറി. അപ്പോൾ സെക്രട്ടറി എന്നെ പഠിപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന ആളാണ്. പക്ഷേ സെക്രട്ടറിയെ പഠിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാവണം. അതിന് ഞാൻ ചെയ്തൊരു കാര്യം, അന്ന് നമുക്ക് തൃശ്ശൂർ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു പരിശീലന സ്ഥാപനമുണ്ട്. ആദ്യം ഉദ്യോഗസ്ഥന്മാരായിരുന്നു, പിന്നെ ജനപ്രതിനിധികളെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കാലത്ത് അവരൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് വെച്ചു ജനപ്രതിനിധികൾക്ക് വേണ്ടിയിട്ട്. 6 മാസത്തെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ്. ഞാൻ ആ കോഴ്സ് ചേർന്ന് പഠിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് 6 മാസം എന്ന് പറഞ്ഞാൽ ഒരു മാസം 5 ദിവസം അവിടെ താമസിക്കണം. ബാക്കി നമ്മൾ ജോലി ചെയ്യുമ്പം ചെയ്യാൻ വേണ്ടിയുള്ള അസൈൻമെൻറ്റ് തന്നുവിടും. ട്രേഡേഴ്സ് ലിസ്റ്റ് എടുക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ തന്നുവിടും. അപ്പം നമുക്കത് ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇനി 5 ദിവസം ഞാൻ അവിടെ താമസിച്ചോളെന്ന് വെച്ചു. 6 മാസം എന്ന് പറയുമ്പോൾ 10-30 ദിവസം തുടർച്ചയായി ഒരു ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടാണ് പഠിച്ചത്. ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ പുസ്തകങ്ങളെല്ലാം വായിച്ചു. അപ്പോൾ എത്രമാത്രം ശ്രമിച്ചിട്ടാണ് ഈ 1 മണിക്കൂർ പറയാനുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം നിങ്ങൾ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതിപ്പോൾ അവിടെ ക്ലാസ്സിൽ പോകണമെന്നില്ലല്ലോ. പഠിക്കാൻ ആഗ്രഹമുള്ളവന് ഇത് പഠിക്കാൻ ഈ സാധനങ്ങളെല്ലാം ഇപ്പോൾ കിട്ടും അല്ലേ, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം പഞ്ചായത്ത് മെമ്പർ ആകുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെ ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ പഞ്ചായത്തുകളെ മാറ്റാനുള്ള ഒരു സാധ്യത നിങ്ങൾക്കുണ്ടാവും. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് ഇപ്പം മിനിയാന്ന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ആ വോട്ടർ പട്ടികയുടെ കോപ്പി ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ സൗജന്യമായി കിട്ടും.
നിങ്ങളുടെ വാർഡിലെ വോട്ടർ പട്ടിക ഒന്ന് വായിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി ആൾക്കാർ നിങ്ങൾ അറിയില്ലാത്ത ആൾക്കാർ, നിങ്ങൾ പറഞ്ഞ ഇപ്പോൾ എൻ്റെ വാർഡിൽ എല്ലാവരും എനിക്കറിയാമെന്ന്, നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളിത് വായിച്ചു നോക്കും, ഇവൻ ഏതാണെന്ന് നിങ്ങൾ തന്നെ സംശയിക്കും. അപ്പോൾ അത് ഒരു കാര്യം. രണ്ടാമത്, ആ വാർഡിൽ വോട്ടില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പം 18 വയസ്സായതേ ഉള്ളൂ, അവർ ചേർത്തിട്ടില്ല. അവരെ ചേർക്കലൊരു ജോലിയാണ്. ഇപ്പം നിങ്ങൾക്കത് ചേർക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് നിങ്ങളോട് ചെറിയ ഒരു ചായ്വുണ്ടാവും. അവനും വന്ന് എന്നോട് പറഞ്ഞു, ചേർക്കുന്ന രീതിയിൽ പറഞ്ഞു, അതിൻ്റെ രേഖകളും മേടിച്ച് ചേർക്കാൻ സഹായിച്ചു. ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരു 5-10% വോട്ട് കാണും അങ്ങനെ ചേർക്കാനുള്ളത്. അങ്ങനെ ചേർക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യ ഘട്ടം വിജയിച്ചു. രണ്ടാമത്തെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചല്ല, ആം ആദ്മി പാർട്ടിയെ പരിചയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ആ വാർഡ് കയറി ഇറങ്ങുമ്പം 5-10 പേര് ഇവൻ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ കൂടാൻ തയ്യാറാവും. ആ 10 പേരെ കൊണ്ട് ഇത് പറയുക, എടവേ അവന്മാർ പറയില്ല, നിങ്ങളൊന്ന് മത്സരിക്കാൻ പറയും. അപ്പോൾ അവരെ കൊണ്ട് നമ്മുടെ വാർഡിൽ നിന്ന് ഒരു 10-50 പേര്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ തമാശനൊരു ഇത് പറയാം, ഉപദ്രവമില്ലാത്തൊരു കള്ളത്തരം പറയാം, ഞങ്ങളുടെ ആം ആദ്മി പാർട്ടിയിൽ മത്സരിപ്പിക്കാൻ സമ്മതിക്കണമെങ്കിൽ ആ വാർഡിൽ ഒരു 50 പേരെങ്കിലും എൻ്റെ പേര് നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഈ 10 പേരൂടെ പോയി പറഞ്ഞ ആൾക്കാരെ കൊണ്ട് സമ്മതിപ്പിച്ച് നിങ്ങളുടെ പേര് നിർദ്ദേശിക്കാൻ പറയും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും വിജയിച്ചു എന്ന് പറഞ്ഞാൽ 50 പേര് നിങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, വോട്ട് ചെയ്യുകയോ ഇല്ലോ എന്നുള്ള രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടല്ലോ, അവർ പറയാൻ തയ്യാറായി. അത് കഴിഞ്ഞാണ് നമ്മുടെ യഥാർത്ഥ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കേണ്ടത്. നിങ്ങൾ ആ പഞ്ചായത്തിനെ കുറിച്ച് പഠിക്കണം. ഈ വർഷം ആ പഞ്ചായത്തിൽ ലാപ്സായി പോയ പദ്ധതികൾ എത്രയാണ്, ലാപ്സായ ഫണ്ട് എത്രയാണ്, ആ പഞ്ചായത്ത് ചെയ്തിട്ട് അഴിമതി മൂലം ആൾക്കാർക്ക് പ്രയോജനപ്പെടാതെ പോയ പദ്ധതികൾ ഏതെല്ലാമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കണക്കുണ്ടാക്കാൻ പറ്റും. കുറച്ച് സമയം വേണം. ഒരു 3-4 ചെറുപ്പക്കാർ പഠിച്ച പിള്ളേരും കൂടി ഉണ്ടെങ്കിൽ ഇതുണ്ടാക്കാൻ പറ്റും. അത് നാട്ടിൽ ചർച്ചയാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഒന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ പഴയതുപോലെ നോട്ടീസ് അടിച്ച് വേണമെങ്കിൽ ചർച്ച ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ഇവരെയൊക്കെ വിളിച്ച് നിങ്ങളുടെ ജില്ലാ നേതാക്കന്മാരൊക്കെ ഉണ്ട്, ആ വാർഡിൽ കൊണ്ടുപോയി സാറ് പറഞ്ഞ പോലെ ഒരു കോർണർ യോഗം നടത്തി പറയാം, നമുക്കിത് ആവർത്തിക്കാൻ വേണ്ടി ഇനിയും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വേണം. ഇപ്പോൾ ആ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ 60 മാസം കൊണ്ട് മേടിച്ച പൈസ എത്രയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 60 മാസം കൊണ്ട് ഇവൻ മേടിച്ച എത്ര 3500 ആണോ? 3500 രൂപ മാത്രമല്ല 60-നും മെമ്പർക്കില്ല എന്നാൽ ഈ 60 × 7000 അതല്ല. നിങ്ങൾ ആ പഞ്ചായത്തിൽ ഈ 5 വർഷം കൊണ്ട് ചായയും കടിയും ചോറും മേടിച്ചതിൻ്റെ കണക്കെടുക്കുക. അതാണ് ഞെട്ടിക്കുന്ന കണക്ക്. അത് വലിയ തുകയായിരിക്കും. ഇത്രയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമായി, അല്ലെ ഇത്രയും ഓർഡിനറി മേടിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമുക്കൊരു പഞ്ചായത്ത് മെമ്പർ വേണം. നിങ്ങൾക്ക് എന്താ കിട്ടുക? ഭൂരിപക്ഷത്തിനും ഒന്നും കിട്ടിയിട്ടില്ല. ഭൂരിപക്ഷത്തിനും ആ പഞ്ചായത്തിൽ നിന്ന് ഒന്നും കിട്ടിയിട്ട് കാണുകയില്ല. ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടാണ്. ഇപ്പോൾ വീട് കിട്ടിയത് ഞാൻ പറയാം, ഒരു 100 വീടായിരിക്കും ഈ 5 വർഷം കൊണ്ട് ചിലപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി വീടില്ലാത്ത ആർക്കും വീട് കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ തൊട്ടുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ചെല്ലുന്ന ഒരു വീട് വളരെ മോശമാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു വീട് കിട്ടാത്തത്? നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റണം. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ നിങ്ങൾ, അപ്പം നിങ്ങൾക്ക് തരാതിരിക്കാൻ ഒരു ന്യായമില്ല. അവർ വേറെ ഏതെങ്കിലും പാർട്ടിക്കാണ് കഴിഞ്ഞ ആഴ്ച വോട്ട് ചെയ്തത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അർഹത ഉണ്ടായിട്ട് വീട് കിട്ടാത്തത്? അത് അവർ പറയും ഗ്രാമസഭയിൽ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചെന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാമസഭ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ ഗ്രാമസഭയിൽ ഞങ്ങൾ വരാം, ഇനി വീടിന് അപേക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ വീട് കിട്ടാനുള്ള അവസരം ഞങ്ങൾ സഹായിച്ചു തരും, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്ക് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ ആ നാട്ടിലെ വികസന പ്രശ്നങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുകയും അതിന് പരിഹാരം ഇന്നതാണെന്ന് അവരുടെ കൂടെ പറയുകയും ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേണ്ടി ഒരാൾ അടുത്ത പഞ്ചായത്തിൽ ഉണ്ടായേക്കും എന്നൊരു തോന്നൽ അവർക്കുണ്ടാവും. ആ തോന്നൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഈ പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഒരു തന്ത്രം എന്നുള്ള നിലയിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക തിരിക്കുക. ഒരു കാരണവശാലും നിങ്ങൾക്ക് വോട്ട് കിട്ടിയല്ല, ഉറപ്പുണ്ട്. അവിടെ CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടിയല്ല. കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻറ്റിൻ്റെ വോട്ട് കിട്ടുമോ? കിട്ടിയല്ല. അങ്ങനെ കിട്ടിയാലെന്ന് ഉറപ്പുള്ള കുറേ വോട്ടുകളുണ്ട്. അവിടെ പോയി നിങ്ങളുടെ സമയം കളയേണ്ട കാര്യമില്ല. വെറുതെ എന്തിനാണ് അതിന് പോകുന്നത്? അപ്പം നിങ്ങൾക്ക് 100% കിട്ടുമെന്ന് ഉറപ്പുള്ള വോട്ടുണ്ടെന്ന് പോയി മുമ്പേ പറഞ്ഞ 10 പേര് വേണമെങ്കിൽ 50 പേര് നിർദ്ദേശിച്ച 50 പേര് നിങ്ങളുടെ വോട്ടായിട്ട് കൂട്ടാം. ബാക്കിയുള്ള വോട്ടുകളുടെ കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അവിടെ പ്രചരണം നടത്തേണ്ടത്. കിട്ടിയാലെന്ന് ഉറപ്പുള്ള ഒരു കള്ളും മേടിച്ചു കൊടുത്ത് അവൻ്റെ പുറകെ നിങ്ങളുടെ ആയുസ് സമയവും കളയേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ തീരുമാനമെടുക്കാത്ത കുറേ ആൾക്കാരുണ്ടാവും.
അതിനെ നിങ്ങൾ അത് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ ആം ആദ്മിയെ പരിചയപ്പെടുത്താൻ പോയി, രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ് ഒന്ന് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാം. അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ നോട്ട് ചെയ്ത് മാത്രം നിങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയാൽ മതി. കിട്ടാത്തടത്ത് പോയി സമയം കളയേണ്ട കാര്യമില്ല. അവിടെ പൈസ അവന് ഈ പ്രസ്താവന പോലും കൊടുക്കേണ്ട കാര്യമില്ല. ഞാനൊരു പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്, 2 പ്രാവശ്യം തോറ്റിട്ടുണ്ട്. ഒരു പ്രാവശ്യം തോറ്റെന്ന് വെച്ചാൽ ഞാൻ നിന്ന ഒരു വാർഡിൽ തന്നെ രണ്ടാമത് മത്സരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഞാൻ പ്രസ്താവന അടിക്കില്ല, പോസ്റ്റ് അടിക്കില്ല. അപ്പോൾ ഇയാളുടെ അഹങ്കാരമാണെന്നൊക്കെ എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഒത്തിരി ചെറുപ്പക്കാരും ഉണ്ടെന്ന് നമ്മുടെ കൂടെ നടക്കാൻ. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമാണ്, ഭയങ്കര ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ പറഞ്ഞു ഇവന് അഹങ്കാരം മൂത്തിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പൈസ ഞാൻ ഇനി എൻ്റെ പടം വെച്ച് പോസ്റ്റർ അടിച്ച് ഒട്ടിച്ചിട്ട് ഞാൻ നിന്നൊരു വാർഡിൽ എന്നെ പരിചയപ്പെടുത്തണമെങ്കിൽ അതെൻ്റെ പരാജയമാണ്. എന്നെ അറിയാത്തൊരു ആളും ആ വാർഡിലില്ല. അതിങ്ങനെ പറഞ്ഞ് 17 വോട്ടിന് ഞാൻ തോറ്റു. ഇതാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ സമയത്ത് അങ്ങനത്തെ ചില ഒരു കാര്യങ്ങളുണ്ട്. അവൻ്റെ തലക്കനോ ഇയാൾ ഭയങ്കര വിനയമുള്ളവനായിരിക്കും. ഞാനങ്ങ് പറഞ്ഞു. അപ്പോൾ മറ്റൊരും തോന്നുന്നു അവന് ഇച്ചിരി തലക്കനം കൂടുതലാണ്. ഇവൻ വേറെ 4 പേരോട് പറയും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിനെ മറികടക്കാനുള്ളൊരു കാര്യം ഇതെന്നാണ് ഈ മർമറിങ് പ്രചരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ആൾക്കാർ വഴി അവൻ മിടുക്കനാണ്, ഇന്ന സഹായങ്ങൾ ചെയ്യുന്നതാണ് നമ്മളല്ല പറയേണ്ടത്. ഈ നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാർ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ് അത് നാട്ടിലൊരു ട്രെൻഡാക്കി എടുക്കാൻ നോക്കണം. അതൊക്കെ ഇലക്ഷൻ്റെ ഒരു തന്ത്രമാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ആം ആദ്മിക്ക് നിങ്ങളുടെ വാർഡിൽ എത്ര വോട്ടുണ്ട് എന്നുള്ളത് വിഷയമല്ല. അവിടെ ആം ആദ്മിക്കും CPM-നും CPIക്കും ഒന്നും വോട്ടില്ല. നമ്മൾ ആ CPM-ന് കിട്ടി വോട്ട് വെച്ചാൽ അത് മുഴുവൻ CPM ആണെന്ന് പറഞ്ഞത് ആണോ? ഒരിക്കലും അല്ല. അതിൻ്റെ അകത്ത് അവരുടെ പാർട്ടി മെമ്പർമാരുടെ ലിസ്റ്റ് അവരുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അവിടെ 10 or 20 പേരായിരിക്കും ആ വാർഡിലുള്ള. അതാണ് അവരുടെ പാർട്ടി മെമ്പർമാരെന്ന് അവർ വിശ്വസിക്കുന്ന ആൾക്കാർ. ബാക്കി ചിലപ്പോൾ അവർ അനുഭാവികളെന്ന് പറഞ്ഞത് അവരുടെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് ചെയ്യുന്നവരാകാം അനുഭാവികൾ. പക്ഷേ അതിനേക്കാൾ മിടുക്കിനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ അനുഭാവം മാറും, ഉറപ്പാണ്. ഈ അനുഭാവം ഉണ്ടാവുന്ന അങ്ങനെയാണ്. അതിനേക്കാൾ മിടുക്കം വന്നു കഴിഞ്ഞാൽ അനുഭാവം അവർക്ക് അവരോടാവും. അപ്പോൾ അതുകൊണ്ട് CPM-നും കോൺഗ്രസിനും അതിൻ്റെ കോട്ടയാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഒരു കോട്ടയില്ല. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഞാൻ ജയിക്കുന്നത് ഒരു CPM-ൻ്റെ കോട്ടയില്ല, 150 വോട്ട്. ഞാൻ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ്. അപ്പോൾ ബാക്കി മിക്കവാറും വാർഡുകൾ UDF-ൻ്റെ വൻ ഭൂരിപക്ഷമുള്ള സ്ഥലം, ബാക്കി മിക്കവാറും വാർഡുകൾ ജയിക്കുമെന്ന് പാർട്ടിക്ക് ഒരു ധാരണയുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസിന് ഒരു സീറ്റ് വേണം, ഏറ്റവും തോക്കുന്ന സീറ്റ് തന്നാൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഈ സീറ്റ് തന്നു. അപ്പോൾ ജയിക്കുകയായിരുന്നു എല്ലാവർക്കും ഉറപ്പാണ്. 150 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ ഉണ്ട്. അവിടെ ഞാൻ ഇപ്പോൾ ഈ 17 വോട്ടിന് ജയിച്ചാൽ അവിടെ 17 വോട്ടിന് തോറ്റെന്ന് പറഞ്ഞത് അവിടെ വിജയിച്ചതിൻ്റെ ഒരു കാരണം തന്നെ നമ്മൾ വല്ലോ ഈ പ്രത്യേക കഴിവായിട്ട് വന്നാണോ? അല്ല, അതൊരു രാഷ്ട്രീയ ഇതാണ്. എന്താണ് അവർക്ക് എന്നെക്കായി കുറച്ച് പ്രായമുള്ള ആളാണ് CPM-ൻ്റെ ആൾ. ഇനി അയാൾ അവിടുത്തെ സഹകരണ ബാങ്ക് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഇയാൾ ലോൺ കൊടുക്കാത്തതിനൊക്കെ വാശിയുള്ള കുറേ CPM-മാർ അവിടെ ഉണ്ട്. അപ്പോൾ ഇവന്മാരെല്ലാം ഈ വാശി തീർക്കാനൊരു അവസരം നോക്കിയിരിക്കുക. ഇതൊരു പയ്യനല്ലേ, എന്നാൽ ഇവന് കൊടുക്കാമെന്ന് വെച്ച് ഇവരെല്ലാം കൂടെ കൂടി. അതാണ് ഈ മനുഷ്യൻ്റെ ആ സമയത്തെ ഒരു വിചാരമൊന്നേ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. അവൻ ചിലപ്പോൾ ഒരു ചെറിയ വാശി ഉണ്ട് തീർക്കുന്ന അന്നേരമാണ്, ചെറിയ ഒരു ബാധ്യത ഉണ്ടെങ്കിൽ അത് തീർക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ മുമ്പേ നമ്മൾ പോയപ്പോൾ ചായ കുടിച്ചപ്പം കേക്ക് മേടിച്ചെന്നല്ലോ, ഒരു കേക്ക് മേടിച്ചെന്ന് കഴിഞ്ഞാൽ അയാളെനിക്ക് കൊല്ലണ്ടൗണിൽ വെച്ചൊരു കേക്ക് മേടിച്ചത് അതിൻ്റെ മനസ്സിൽ ചിലപ്പോൾ കിടക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ ഒരു ശ്രദ്ധ ചെലുത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റും. ജയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിശ്വാസം വേണ്ട. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഒരു വാർഡ് ഒരാളും ഉള്ളൂവെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി വെറുതെ വേഷം കെട്ടണ്ട. അവിടെ അത്ഭുതമൊന്നും നടക്കാൻ പോകുന്നില്ല, നിങ്ങൾ തോറ്റു പോകും. അത് ആം ആദ്മിക്ക് 10 വോട്ട് കിട്ടി തോറ്റു നാണക്കേടായിരിക്കും. അതുകൊണ്ട് ഇവരെല്ലാം പറയും മത്സരിക്കാൻ പറയും. അങ്ങനെ മത്സരിക്കണ്ട. നിങ്ങൾ ഞാൻ പറഞ്ഞ ആദ്യം 5 പേരെ കണ്ടെത്താൻ പറ്റുമോ നോക്കുക. 50 പേരെ കൊണ്ട് നിങ്ങൾക്ക് അനുഭാവമുണ്ട് അല്ലെ ഈ പാർട്ടിയോട് അവനെ നിർത്തണം എന്ന് ആവശ്യപ്പെടാൻ കഴിയുമെന്ന് നോക്കുക. അത്രയും ചെയ്യുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാർഡ് ജയിക്കാൻ സാധ്യതയുണ്ട്. ജയിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, ജയിക്കാൻ സാധ്യതയുണ്ട്. ഇനി ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴേ തുടങ്ങേണ്ടതാണ്. ഞാൻ പറയുന്നത് ഈ പരിശീലന പരിപാടിയിൽ നിങ്ങൾ സ്ഥിരമായി പങ്കെടുക്കുക. ഇത് ഇവിടെ കൊണ്ട് തീരുവല്ല പരിശീലനം, എൻ്റെ അടുത്തുകൊണ്ടല്ല. നിങ്ങൾ എവിടെ നിന്നെല്ലാം ഈ സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടാൻ പറ്റുമോ ആ അറിവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുക.